ആള് കളങ്കാവലിൽ വന്നിട്ട് പടത്തിന്റെ ടൈറ്റിൽ കാണിക്കുമ്പോൾ കള്ളങ്കാവലല്ലേ എന്ന് ചോദിച്ച ആൾക്കാരാണ് കൈയടിക്കാൻ തോന്നുന്നത്. അഭിനയത്തിന്റെ നുണയാ ചാന്തമ്മ. ഹലോ, അപ്പോൾ ഇന്നൊരു സിനിമയൊക്കെ കാണാൻ പോകാമെന്ന് വെച്ചു. കുറേ നാളായി സിറ്റി സെൻറ്ററിൽ അങ്ങനെ വന്ന് മലയാളം ഫിലിംസ് ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ ഇല്ലായിരുന്നു മുൻപ് കുറേ നാളായിട്ട്. അപ്പോൾ വേറെ സ്ഥലത്തൊക്കെ പോയിട്ടാണ് കാണാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും വണ്ടി പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തു. ഇനി ഞങ്ങൾക്ക് സിനിമ കാണാനുള്ള തിയേറ്ററിലോട്ട് കുറച്ച് ഇവിടുന്ന് നടക്കാനുണ്ട്. യൂഷ്വലി അങ്ങനെ എല്ലാ സിനിമയൊന്നും തിയേറ്ററിൽ പോയി കാണുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഇന്നിപ്പം എല്ലാവരും ഉണ്ട്. അപ്പോഴത്തേക്കും വെറുതെ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടും പോയി സിനിമ കാണാം എന്ന് വിചാരിച്ചു. അഖിലിനൊക്കെ പനിയാണ്. എന്നിട്ടും മമ്മൂട്ടിയുടെ കളങ്കാവൽ സിനിമയാണ് കാണാൻ പോകുന്നത്. അപ്പം സിനിമയ്ക്ക് നല്ല റിവ്യൂസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ എന്നാൽ പോയി കണ്ടേക്കാം. പിന്നെ ഇവിടെ പെട്ടെന്ന് സിനിമ ഇങ്ങനെ മാറി മാറി പോവും. അതുകൊണ്ട് പിന്നെ സമയം വൈകിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഓക്കെ നമുക്ക് എല്ലാവർക്കും പോയി കാണാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. കുറേ നാളായി ഇങ്ങനെ സിറ്റി സെൻറ്ററിൽ ഈ ഒരു ടൈമിലൊക്കെ നടന്നിട്ട്. പണ്ടൊക്കെ സ്ഥിരം എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്സായിട്ട് വെളിയിലോട്ട് വരുന്നതായിരുന്നു. ഇപ്പം കുറേ നാളായി ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതേ നമ്മുടെ വലിയ ക്രിസ്മസ് ട്രീ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എല്ലാം ഇവിടെ ആദ്യം വന്ന സമയമാണ് ഓർമ്മ വരുന്നത്. ഞങ്ങൾ BRP വാങ്ങാൻ വരുമ്പോൾ ഈ ക്രിസ്മസ് ട്രീയാണ് അവർ നമുക്ക് അടയാളം പറഞ്ഞു തന്നത്. ഇതിനകത്തൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അപ്പം അവിടെ വന്നിട്ട് BRP കളക്ട് ചെയ്യാൻ പറഞ്ഞത് ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർക്കുന്നു. പക്ഷേ കുറേ വർഷമായിപ്പം. ഓക്കെ, സോ നമ്മളിതേ അങ്ങനെ നടന്ന് ഒടുവിൽ തിയേറ്ററിനകത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അഞ്ചും ശ്രീയും കൂടെ വരാനുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ തിയേറ്ററിൽ അവിടത്തേക്ക് എത്തി. ഷോ എനിക്ക് തോന്നുന്നു എത്ര മണിക്കായിരുന്നു? 9:50. പക്ഷേ ഇവിടെ ഈ അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം കഴിയുമ്പോഴത്തേക്കും സിനിമ തുടങ്ങുമ്പോൾ 15-20 മിനിറ്റ് എന്തായാലും കഴിയും. അപ്പം നമുക്കതിന് മുന്നോടിയായിട്ട് കഴിക്കാനുള്ള പോപ്കോൺ, കോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അതൊക്കെ മേടിച്ച് സെറ്റായിട്ട് വേണം അതോട്ട് പോകാൻ. എന്തായാലും ഭക്ഷണം മുഖ്യം ബിഗിലേ, അങ്ങനെയാണല്ലോ. ഓക്കെ, രണ്ടുണ്ട്. കുറെ തിന്നുമ്പോഴാണ്. ഓക്കെ, അപ്പം സിനിമയുടെ സമയമായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അകത്തേക്ക് പോവാം. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ സിനിമ തുടങ്ങും ഓൾറെഡി. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എനിക്ക് പൊതുവേ ത്രില്ലർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. അതായത് നെഗറ്റീവ് സംഭവം വരുന്ന സിനിമയെ ഞാൻ കാണാറില്ല. എനിക്കതെന്തോ എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും എന്നുള്ളൊരിതാണ്. സോ ഞാനങ്ങനെ കാണാറില്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇനിയിപ്പം ഇതെങ്ങനെയാവുമെന്ന് കണ്ടറിയാം. അപ്പോൾ സിനിമയൊക്കെ കഴിഞ്ഞു. നല്ല സിനിമയായിരുന്നു. പതിവിന് വിപരീതമായിട്ട് മമ്മൂട്ടിയെ കാണാൻ പറ്റി. എനിക്ക് ഇഷ്ടമായി. കളങ്കാവലിന്റെ റിവ്യൂ പറയൂ. കളങ്കാവൽ സിനിമ ആദ്യത്തെ ഒരാളെ കൊല്ലുമ്പോൾ നമുക്ക് കൈയടിക്കാൻ തോന്നുന്നു. അഭിനയത്തിന്റെ നുണയാ ചാന്തമ്മ. അപ്പോൾ ചില ആള് കളങ്കാവലിൽ വന്നിട്ട് പടത്തിന്റെ ടൈറ്റിൽ കാണിക്കുമ്പോൾ കള്ളങ്കാവലല്ലേ എന്ന് ചോദിച്ച ആൾക്കാരാണ് സിനിമ കാണാൻ. നല്ല പടം, നല്ല മികച്ച ഒരു ഇതിനെപ്പറ്റി പറയൂ. എല്ലാവരുടെയും നല്ല അഭിനയം ശ്രദ്ധിച്ചു. അല്ലേ? എല്ലാ പോലീസുകാരും ഈ സിനിമയ്ക്ക് എല്ലാവരും കള്ളം പറഞ്ഞ് നിർബന്ധിച്ചു കൊണ്ടുവന്ന ഹേമന്ത് പറയൂ. സെക്കൻഡ് ഹാഫ് ഇൻട്രസ്റ്റിംഗ് ആണ്. പനിയായിട്ടും കാണാൻ വന്നതാണ്. എനിക്ക് കഥയൊക്കെ വളരെ മനസ്സിലായിരുന്നു. എനിക്ക് ആക്ച്വലി ആ മൂവിയുടെ സ്റ്റോറി ത്രെഡ് എനിക്ക് കിട്ടി. കാരണം ഹേമന്ത് ആക്ച്വലി റീസെന്റ് ആ സ്റ്റോറി ഇല്ലേ, സ്റ്റോറി TV-യിൽ അത് ഞങ്ങൾ കണ്ടു. അപ്പൊ എനിക്ക് ഫസ്റ്റ് സൈനൈഡിലേക്ക് എത്തിയപ്പോ തന്നെ എനിക്ക് പ്രിറ്റി മച്ച് ക്ലിയർ ആയിരുന്നു എന്താണ് ഹോൾ സ്റ്റോറി. ബട്ട് ഈവൻ ദെൻ ഭയങ്കര ത്രില്ലായിരുന്നു ടുവേർഡ്സ് ദി എൻഡ്.
ഐ വുഡ് സേ ഒട്ടും ബോറടിപ്പിച്ചില്ല, നല്ല ആൻഡ് അത് ഈ ഹേമന്തിന്റെ ആ ഒരു ഇത് കിട്ടിയതാണ്. കാരണം മമ്മൂക്കേനെ കണ്ട അപ്പൊ കൈയടിക്കും. അപ്പൊ എനിക്കും ഇഷ്ടമാണ്, എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല പടം.